മലയാള സിനിമയിൽ നിരവധി ക്ലാസിക് സിനിമകൾ സമ്മാനിച്ച സംവിധായക ജോഡിയായിരുന്നു സിദ്ദിഖും ലാലും. അവർ മലയാളികൾക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങൾ ഇന്നോളം ഒരു മലയാളിയും മറന്നിട്ടില്ല, ഇനിയൊട്ടും മറക്കുകയുമില്ല. കാരണം അത്രത്തോളം ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. മിമിക്രി എന്ന കലയിലൂടെ ഉത്സവവേദികളിൽ ചിരിയുടെ പൂരം സൃഷ്ടിച്ചുകൊണ്ടാണ് മലയാള ചലച്ചിത്ര വിഹായസിലേക്ക് സിദ്ദിഖും ലാലും നടന്നു കയറിയത്. കൊച്ചിൻ കലാഭവനായിരുന്നു അവരുടെ തട്ടകം. അതിനുശേഷം നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ സഹസംവിധായകരായി പ്രവർത്തിച്ചു. അതിനുശേഷം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് അവർ സമ്മാനിച്ചു. സിദ്ദിഖ് ലാൽ സിനിമകളിലെ കഥാപാത്രങ്ങൾ തികച്ചും വ്യത്യസ്തരായിരുന്നു. അവരുടെ പേരുകളിൽ പോലും എപ്പോഴും ഒരു കൗതുകം ഒളിപ്പിച്ചു വെക്കാൻ ഇരുവരും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. ഇരുവരുടെയും ജീവിത വഴികളിൽ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നവരുടെ സ്വഭാവ സവിശേഷതകളും ഒരുപക്ഷെ പേരുകൾ പോലും അവരുടെ ചലച്ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായി മാറിയിട്ടുണ്ട്. മലയാളത്തിലെ പല അഭിനേതാക്കളുടെയും കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സമ്മാനിക്കാൻ സിദ്ദിഖ് ലാൽമാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. സിദ്ദിഖ് ലാൽമാർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ വളരെ മികവുറ്റതായിരുന്നു. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം എന്ന റെക്കോർഡ് നേട്ടം ഗോഡ്ഫാദർ എന്ന സിനിമയ്ക്കാണ്. അതിൻ്റെ സംവിധായകരും സിദ്ദിഖ് ലാൽമാർ തന്നെയായിരുന്നു. അതിൽ അഞ്ഞൂറാൻ മുതലാളിയെയും ആനപ്പാറ അച്ചമ്മയും ഒക്കെ ഇപ്പോഴും മലയാളികൾ ഇഷ്ടപ്പെടുന്നു. അതിന് കാരണം ഒരുപക്ഷെ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച താരങ്ങൾ തന്നെയായിരിക്കാം, അവരുടെ അഭിനയ മികവ് തന്നെയായിരിക്കാം. ഫിലോമിന എന്ന മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നടി സിദ്ദിഖ് ലാൽ ചിത്രങ്ങളുടെ സ്ഥിര സാന്നിധ്യമായിരുന്നു. ഗോഡ്ഫാദറിലെ അച്ചമ്മയെ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ രൂപത്തിലും ഭാവത്തിലും വേറിട്ട പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ഫിലോമിന എന്ന നടി കാഴ്ചവെച്ചത്. എൻ പിള്ള എന്ന അഞ്ഞൂറാൻ എന്ന മാസ് ഹീറോയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രമായി വെള്ളിത്തിരയിൽ ഫിലോമിന എന്ന അഭിനേത്രി മിന്നിത്തിളങ്ങി. മലയാള സിനിമയിലെ ഏറ്റവും ശക്തവും തലയെടുപ്പുള്ളതുമായ കഥാപാത്രമായി ആനപ്പാറ അച്ചമ്മ മാറുകയും ചെയ്തു. ഇനി അഞ്ഞൂറാനിലേക്ക് വരാം. അഞ്ഞൂറാന്റെ വേഷത്തിൽ എൻ പിള്ള അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കുക അസാധ്യമാണ്. സിദ്ദിഖ് ലാൽ സിനിമകളിലെ ഏറ്റവും മികച്ച കാസ്റ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റുന്നത് അഞ്ഞൂറാൻ്റേത് തന്നെയാണ്. മലയാള നാടകവേദിയുടെ ആചാര്യന്മാരിൽ ഒരാളായ ശ്രീ എൻ പിള്ളയ്ക്ക് അഞ്ഞൂറാൻ എന്ന ഒറ്റ കഥാപാത്രം മതി മലയാളത്തിൽ തലയെടുപ്പോടെ തിളങ്ങി നിൽക്കാൻ. എന്നാൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശ്രീ തിലകനെ വിളിക്കാമെന്ന് നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ തിലകൻ സാറ് പോലും അച്ഛ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഒരു നടൻ വേണമെന്ന് സംവിധായകരായ സിദ്ദിഖും ലാലും നിർദ്ദേശിക്കുകയായിരുന്നു. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് സംവിധായകരിൽ ഒരാളായ ശ്രീ ലാൽ എൻ പിള്ളയുടെ പേര് നിർദ്ദേശിക്കുന്നത്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആദ്യം. പക്ഷേ മകൻ വിജയരാഘവൻ വഴി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിന് ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒടുവിൽ സമ്മതിച്ചു. അങ്ങനെ ശ്രീ എൻ പിള്ള അവതരിപ്പിച്ച അഞ്ഞൂറാൻ മുതലാളിയെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. സിദ്ദിഖ് ലാലുമാരുടെ തൂലികയിൽ പിറവിയെടുത്ത മറ്റു രണ്ട് കഥാപാത്രങ്ങളായിരുന്നു മലയാളികളെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കന്നാസും കടലാസും. കാബൂളിവാല എന്ന ചിത്രത്തിൽ ഹാസ്യ സാമ്രാട്ടുകളായ ജഗതി ശ്രീകുമാറും ഇന്നസെന്റും അവതരിപ്പിച്ച ഇരുവരുടെയും കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായ കാബൂളിവാലയിലെ കന്നാസും കടലാസും. കാബൂളിവാല സിനിമയിൽ അഭിനയിച്ച മറ്റു താരങ്ങളെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനമായിരുന്നു ഇരുവരുടെയും. കാബൂളിവാലയിൽ ഇന്നസെന്റും ജഗതി ശ്രീകുമാറും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. ആ സിനിമയിലെ പാട്ടുകൾ ഒരു കാലത്ത് ഹരമായി മാറിയിരുന്നു. അത്രയും മികച്ച കഥാപാത്രങ്ങളായിരുന്നു കന്നാസും കടലാസും. കന്നാസിനെയും കടലാസിനെയും മലയാളികൾ ഒരിക്കലും മറക്കില്ല. അത്രയും നർമ്മമുഹൂർത്തങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത്. നർമ്മത്തോടൊപ്പം അവരുടെ സങ്കടങ്ങളും മലയാളികൾക്കൊപ്പം പങ്കുവച്ചു. ബിന്ദു പണിക്കരും കൽപ്പനയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളും കാബൂളിവാലയിൽ ശ്രദ്ധേയമാണ്. 5 സിനിമകളാണ് സിദ്ദിഖ് ലാൽ സംവിധായക കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചത്. കാബൂളിവാലയ്ക്ക് ശേഷമാണ് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത്. 2 സ്വതന്ത്ര സംവിധായകരായി നിന്നുകൊണ്ട് ഒരേ സമയം സിനിമകൾ ചെയ്യണമെന്നതായിരുന്നു സിദ്ദിഖിന്റെ പക്ഷം. എന്നാൽ തമ്മിലൊരു മത്സരം ആഗ്രഹിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് സിദ്ദിഖിനെ സ്വതന്ത്ര സംവിധായകനാക്കി മാറ്റി നിർമ്മാണ രംഗത്തേക്ക് കടക്കുകയായിരുന്നു ലാൽ. മുമ്പെപ്പോഴോ ഇരുവരും ഒരുമിച്ച് ചെയ്യാനിരുന്നൊരു ചിത്രമായിരുന്നു ഏറെ ഹിറ്റായ ഹിറ്റ്ലർ. പിന്നീട് അത് സിദ്ദിഖിന്റെ മാത്രമായി മാറി. അങ്ങനെ 1996 സിദ്ദിഖിന്റെ പേരിൽ മാത്രം ആദ്യ ചിത്രം സംഭവിച്ചു. നിർമ്മാണത്തിലും വിതരണത്തിലും സുഹൃത്തായ ലാൽ ഒപ്പം നിന്നു. ലാൽ ക്രിയേഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുടെ തുടക്കവും അവിടെയായിരുന്നു. സംവിധായകൻ സിദ്ദിഖിന്റെ അയൽവാസിയായിരുന്ന പെൺകുട്ടിയും അവളുടെ സഹോദരനുമായിരുന്നു ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ സിദ്ദിഖിന് പ്രചോദനമായത്. അന്ന് താൻ ഉൾപ്പെടെയുള്ള ആ പരിസരത്തെ ഒട്ടുമിക്ക പയ്യന്മാരും സൈക്കിളുമായി ആ വീടിന് മുന്നിൽ സംഗമിക്കാറുണ്ടായിരുന്നെന്ന് ഒരിക്കൽ സിദ്ദിഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ടെറസിൽ പുസ്തകം വായിച്ച് നടക്കുന്ന പെൺകുട്ടിയെ നോക്കുന്നതിനൊപ്പം
താഴെ മുറിയുടെ ജനാലയിലൂടെ കർട്ടൻ മാറ്റി നെഞ്ചിടിപ്പോടെ നോക്കി നിൽക്കുന്ന സഹോദരനെയും താൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. സിദ്ദിഖിനെ ഏറെ ചിരിപ്പിച്ച ഒരു ഹിറ്റ്ലർ കഥാപാത്രം അതായിരുന്നു ആ വ്യക്തി. അയാളുടെ ആകുലത പ്രേക്ഷകരെയും രസിപ്പിക്കുമെന്ന ഉറപ്പിലാണ് ഒന്നിനു പകരം 4 സഹോദരിമാരെ നൽകി ഹിറ്റ്ലർ എന്ന ഇരട്ടപ്പേരും കൊടുത്ത് സിദ്ദിഖ് തന്റെ ആദ്യ സിനിമ ഒരുക്കിയത്. മമ്മൂട്ടിയുമായി സിനിമ ചെയ്യാനുള്ള സിദ്ദിഖ് ലാൽ കൂട്ടുകാരുടെ കൊതി ഒരു വശത്ത്, മമ്മൂട്ടി എന്ന നടന്റെ ഇമേജ് നിലനിർത്തണമെന്ന ബാധ്യത മറ്റൊരു വശത്ത്, ഒപ്പം സിദ്ദിഖ് ലാൽ സിനിമകളുടെ കോമഡി എലമെന്റ് നഷ്ടപ്പെടാതെ നോക്കുകയും വേണം. ആകെ കുഴപ്പിച്ചൊരു തീരുമാനമായിരുന്നു സിദ്ദിഖ് എന്ന സംവിധായകന് തന്റെ ആദ്യ ചിത്രം. ഇനി വില്ലന്മാരിലേക്ക് വരാം. സിനിമകളിലെ വില്ലൻ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതിയ സംവിധായകരായിരുന്നു സിദ്ദിഖ് ലാൽമാർ. അവർ സമ്മാനിച്ച കഥാപാത്രങ്ങൾ നിരവധിയാണ്. റാംജി റാവു എന്നൊക്കെ ആരെങ്കിലും വില്ലന് പേരിടുവോ? പേരിൽ ഒളിപ്പിച്ച ആ കൗതുകം അത് തന്നെയായിരുന്നു സിദ്ദിഖിന്റെയും ലാലിന്റെയും ആദ്യ സിനിമയുടെ സെല്ലിംഗ് പോയിന്റ്. വിജയരാഘവൻ എന്ന നടന്റെ കരിയറിലെ ബ്രേക്കായി മാറിയ കഥാപാത്രം. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പഞ്ചും കഥ പുരോഗമിക്കുമ്പോൾ ചിരിയും പടർത്തുന്ന, ഒരേ സമയം കരുത്തനും ഹ്യൂമർ ഛായയുമുള്ള കഥാപാത്രമായിരുന്നു അത്. താഴേക്ക് പിരിച്ച് താഴ്ത്തി വെച്ച മീശയും പിന്നിലേക്ക് ചീകി ഒതുക്കിയ മുടിയും അരയിൽ ചുറ്റിയ ചെയിനുമെല്ലാമായി വ്യത്യസ്തമായൊരു ഗെറ്റപ്പ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന ആദ്യ ഫോൺ കോളിൽ പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന കഥാപാത്രം തൊട്ടടുത്ത നിമിഷം ഭീരുവായി പരുങ്ങുന്നതും കാണാം. അതായിരുന്നു സിദ്ദിഖ് ലാൽമാരുടെ ആദ്യ ചിത്രത്തിലെ വില്ലൻ റാംജി റാവു. ജോൺ ഹോനായി എന്ന കഥാപാത്രം അതുവരെയുള്ള വില്ലൻ സങ്കല്പങ്ങളെ മാറ്റി എഴുതുകയായിരുന്നു. കോട്ടും സ്യൂട്ടും തോക്കുമായി ബോംബെയിൽ നിന്നെത്തുന്ന സുമുഖനായ വില്ലൻ. എസ് ബാലകൃഷ്ണന്റെ പശ്ചാത്തല സംഗീതവും സ്റ്റൈലിഷ് ലുക്കും ജോൺ ഹോനായി എന്ന വില്ലൻ കഥാപാത്രത്തിന് നൽകിയ താരപരിവേഷം ചെറുതൊന്നുമായിരുന്നില്ല. റസബാവയായിരുന്നു ജോൺ ഹോനായി അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പിൽക്കാലത്ത് നായകനായും പ്രതിനായകനായും സ്വഭാവ നടനായും പേരെടുത്ത ബിജു മേനോന്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു മാന്നാർ മത്തായി സ്പീക്കിംഗിലെ മഹേന്ദ്രവർമ്മ. പതിവ് വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു മഹേന്ദ്രവർമ്മ. നെടുനീളൻ സംഭാഷണങ്ങളും ആക്രോശങ്ങളുമില്ല. സോഫ്റ്റായി ജെന്റിലായി വില്ലത്തരം കാണിക്കുന്ന പ്രതിനായകൻ അതായിരുന്നു മഹേന്ദ്രവർമ്മ. റാംജി റാവു പോലെ മാന്നാർ മത്തായിയെ പോലെ മഹേന്ദ്രവർമ്മ സ്പീക്കിംഗ് എന്നൊരു 3ാം ഭാഗവും പ്രേക്ഷകർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ അത് സാധ്യമായില്ല. മഹേന്ദ്രവർമ്മയിൽ നിന്നും ഹോനായിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ അണ്ണൻ. 6 അടി പൊക്കത്തിൽ പരുക്കനും മിതഭാഷിയുമായ റാവുത്തർ അതുവരെ മലയാളി കണ്ടിട്ടില്ലാത്ത വില്ലന്റെ ഭാവമായിരുന്നു. വിജയരംഗരാജു എന്ന തെലുങ്ക് നടനാണ് റാവുത്തരായി അരങ്ങ് തകർത്തത്. സിദ്ദിഖ് ലാൽ സിനിമകളിലെ സംഭാഷണങ്ങൾ എപ്പോഴും മലയാളികൾ ഏറ്റുപറയാറുണ്ട്. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാണ് തനി തങ്കം, നമുക്കേറെ പ്രിയപ്പെട്ട ഗർവാസീസ് ആശാന്റെ ഡയലോഗ്. പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ. വില്ലനായും സ്വഭാവ നടനായും കൊമേഡിയനായും മലയാള സിനിമയെ ജനാർദ്ദനൻ എന്ന നടൻ 5 പതിറ്റാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ മാന്നാർ മത്തായി സ്പീക്കിംഗിലെ നാടകക്കാരനായ ഗർവാസീസ് ആശാൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്നും വേറിട്ട് നിൽക്കും. ആ പേരിൽ തന്നെ തുടങ്ങുന്നു കൗതുകവും നർമ്മവും. കട്ടിക്കറുപ്പുള്ള മീശയും പുരികവും കഴുത്തിലൊരു മാലയും. മദ്യമാണ് ആശാന്റെ വീക്ക്നെസ്. സീരിയലിന് സ്റ്റീരിയൽ എന്നും എപ്പിസോഡിന് എപ്പിഡോസും എന്ന് പറയുന്ന ആശാൻ ആദ്യ സീൻ മുതൽ തന്നെ ചിരിപടർത്തും. സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണാണ്. എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തു, പേര് കിട്ടി ശകുന്തള. ഈ പത്രക്കാരുടെ ഒരു കാര്യം, ആശാന്റെ കാൽ തല്ലി ഒടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ ചിരിയുടെ മാലപ്പടക്കം തീർത്ത എത്രയോ രംഗങ്ങൾ കൊണ്ട് ധന്യമാണ് ഗർവാസീസ് ആശാന്റെ വേഷം. 1990 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫ്രണ്ട്സ്. സുരേഷ് ഗോപി ആയിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷത്തിലേക്ക് പരിഗണിച്ചിരുന്നതെങ്കിലും ഒടുവിൽ ജയറാമാണ് ആ വേഷം അവതരിപ്പിച്ചത്. ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച ലാസർ അളയപ്പൻ എന്ന കഥാപാത്രം സൃഷ്ടിച്ച ചിരിത്തരംഗം ഇന്നും നിലനിൽക്കുന്നു. ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ സൂര്യയും വിജയും വടിവേലുവും അടക്കമുള്ള താരങ്ങളാണ് അഭിനയിച്ചത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് മലയാളത്തിലുള്ള ഫ്രണ്ട്സ് സിനിമ കാണരുതെന്ന് വടിവേലുവിനോട് സിദ്ദിഖ് സാർ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ലാസർ അളയപ്പനെ അവതരിപ്പിച്ച ജഗദീഷ് ശ്രീകുമാറിന്റെ പ്രകടനം കണ്ടാൽ അത് വടിവേലുവിന്റെ നേശമണി എന്ന കഥാപാത്രത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവായിരുന്നു കാരണം. വടിവേലു സ്വന്തം മനോധർമ്മം അനുസരിച്ച് ചെയ്യുന്നതാകാം ഉചിതമെന്നും സിദ്ദിഖ് സാർ മനസ്സിലാക്കിയിരുന്നു. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷമാണ് വടിവേലു ഒറിജിനൽ മലയാളം സിനിമ കണ്ടത്. ജഗതിയുടെ പ്രകടനം അതിഗംഭീരമായിരുന്നുവെന്നും താൻ ആ സിനിമ കാണേണ്ടെന്ന സിദ്ദീഖിന്റെ തീരുമാനമായിരുന്നു ശരിയെന്നും വടിവേലു പിന്നീട് പറഞ്ഞു. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ സിദ്ദിഖും ലാലും ചേർന്ന് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അവരുടെ എല്ലാ കഥാപാത്രങ്ങളെയും പരാമർശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും സിദ്ദിഖ് ലാൽമാർ മലയാള സിനിമയ്ക്ക് നൽകിയ ആ കഥാപാത്രങ്ങളും സിനിമകളും മലയാളി മരിക്കുവോളം മറക്കില്ല.